തിയേറ്റർ പഠനത്തിൻ്റെ മേഖലയിൽ രാജ്യത്തിൻ്റെ മുൻപാകെ കേരളത്തിൻ്റെ അഭിമാന സ്ഥാപനമായി വളർന്നു കഴിഞ്ഞിട്ടുള്ള സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഇൻ്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ സ്കൂൾസിൻ്റെ 4ാമത് എഡിഷനിലേക്ക് കടക്കുകയാണ്. അതിനായിട്ടുള്ള ഒരുക്കങ്ങൾ ആരംഭിക്കുന്നു. ഇത് അതിൻ്റെ 1ാമത്തെ പ്രഖ്യാപനമാണ്. 1977 പ്രൊഫസർ ജി ശങ്കരപിള്ളയുടെ നേതൃത്വത്തിൽ തൃശ്ശൂർ അരണാട്ടുകരയിൽ ആരംഭിച്ച സ്കൂൾ ഓഫ് ഡ്രാമ പൂർവകാല പ്രൗഢിയോടെ അന്തർദേശീയ ശ്രദ്ധയിലേക്ക് ഉയർന്നു വന്നിരിക്കുകയാണ്. ഇപ്പോൾ അന്തർദേശീയ തിയേറ്റർ സ്കൂൾ ഫെസ്റ്റിവലും ലോക ശ്രദ്ധ പിടിച്ചുപറ്റിയിട്ടുള്ള സാഹചര്യത്തിലാണ് ഇന്റർനാഷണൽ ഫെസ്റ്റിവൽ ഓഫ് തിയേറ്റർ സ്കൂൾസ് 4ാം എഡിഷന്റെ പ്രഖ്യാപനം നിർവഹിക്കുന്നത്. 2026 ജനുവരി 16 മുതൽ 22 വരെ നീണ്ടു നിൽക്കുന്ന വിധത്തിലാണ് ഈ ശില്പശാല വർക്ക്ഷോപ്പും തിയേറ്റർ ഫെസ്റ്റിവലും എല്ലാം ചേരുന്ന കാർണിവൽ സംഘടിപ്പിക്കുന്നത്. ലോക വൈജ്ഞാനിക മേഖലയിൽ തന്നെ ഒരു നൂതന മാതൃക എന്ന നിലയിലാണ് അന്താരാഷ്ട്ര തലത്തിൽ ഖ്യാതിയുള്ള തിയേറ്റർ പ്രതിഭയും തിയേറ്റർ അധ്യാപകനുമായ ഡോക്ടർ അഭിലാഷ് പിള്ളയെ സ്കൂൾ ഓഫ് ഡ്രാമയുടെ ഡയറക്ടർ പദവിയിൽ നിയമിച്ചത്. അതിന് പിന്നാലെ സാർവദേശീയ തിയേറ്റർ സ്കൂൾസിൻ്റെ ബോധനശാസ്ത്ര ഉത്സവം എന്ന നിലയിലാണ് ഉന്നത വിദ്യാഭ്യാസ വകുപ്പിൻ്റെ പ്രത്യേകമായ ഹയർ എഡ്യൂക്കേഷൻ കൗൺസിൽ, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി എന്നിവരുടെ പ്രത്യേകമായ പിന്തുണയോടുകൂടിയാണ് ഈ ഫെസ്റ്റിവൽ കഴിഞ്ഞ 2 വർഷവും 3 വർഷവും നടന്നത്. വൈവിധ്യമാർന്ന വിദ്യാഭ്യാസ മാതൃകകൾക്ക് രൂപം കൊടുക്കാൻ ഈ ഫെസ്റ്റിവലിലൂടെ സാധിച്ചിട്ടുണ്ട്. നാടക പഠന രംഗത്ത് മാതൃകാപരമായ ചുവടുവയ്പായി അത് മാറിയിട്ടുണ്ട്. ബോധനശാസ്ത്ര ഉത്സവം എന്ന നിലയിൽ, കാർണിവൽ ഓഫ് പെഡഗോജി എന്ന നിലയിലാണ് കോഴിക്കോട് സർവകലാശാലയുടെ തൃശ്ശൂർ കേന്ദ്രത്തിൽ പ്രവർത്തിക്കുന്ന സ്കൂൾ ഓഫ് ഡ്രാമ ആൻഡ് ഫൈൻ ആർട്സ് ഈ കാർണിവൽ ആരംഭിച്ചത്. ഓരോ വർഷവും ഓരോ തീമാണ് അതിനായിട്ട് സ്വീകരിക്കുന്നത്. നാടക പഠനത്തിൻ്റെ സാർവദേശീയ മാനം ഉൾപ്പെടെയുള്ള സാധ്യതകൾ പരിശോധിക്കുന്ന വിധത്തിലാണ് ബോധനശാസ്ത്രോത്സവം എന്ന നിലയിൽ ഇത് സംഘടിപ്പിക്കപ്പെട്ടു വരുന്നത്. 1ാമത്തെ എഡിഷൻ ബോധനശാസ്ത്രോത്സവം പ്രകൃതിയും നാടകവും അതിനനുസൃതമായിട്ടുള്ള ചർച്ചകളും അവതരണങ്ങളുമൊക്കെയാണ് നടന്നിരുന്നത്. നമ്മുടെ ട്രഡീഷണൽ തിയേറ്ററിൻ്റെ തനത് നാടക സങ്കല്പത്തിൻ്റെ തുടർച്ചയായി രൂപം കൊണ്ട സ്കൂൾ ഓഫ് ഡ്രാമയിൽ നാടക പഠനോത്സവത്തിൻ്റെ തുടർ സാധ്യതകൾ അന്വേഷിച്ചുകൊണ്ട് തിയേറ്ററും നൈതികതയും എന്ന തീമായിരുന്നു IFTS 2025-ൻ്റേത്. ആഗോളതലത്തിലുള്ള തിയേറ്റർ പഠന സ്ഥാപനങ്ങൾക്കും തിയേറ്റർ പ്രവർത്തകർക്കും തിയേറ്റർ പഠിതാക്കൾക്കും ഇടയിൽ സാംസ്കാരിക വിനിമയം സാധ്യമാക്കുന്ന വിധത്തിലാണ് IFTS ആസൂത്രണം ചെയ്തിട്ടുള്ളത്. കലാസഹകരണത്തിലും സാംസ്കാരിക ഗവേഷണത്തിലും അവതരണ ബോധന ശാസ്ത്രത്തിലും ദക്ഷിണേഷ്യയിലെ 1ാം നിര വേദിയായി ഈ കാലം കൊണ്ട് ഇത് മാറിക്കഴിഞ്ഞിട്ടുണ്ട്. 4ാം വർഷത്തിൽ തിയേറ്ററും ആരോഗ്യവും എന്ന വിഷയത്തിലാണ് ഈ കാർണിവൽ സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ വർഷത്തെ പ്രധാന തീം തിയേറ്ററും ആരോഗ്യവും എന്നുള്ളതാണ്. കരുതലിൻ്റെയും സഹഭാവത്തിൻ്റെയും പാരിസ്ഥിതിക അവബോധത്തിൻ്റെയും ഒരു പഠന പരീക്ഷണശാലയായിട്ടാണ് IFTS 2026 വിഭാവനം ചെയ്തിട്ടുള്ളത്. മാനസിക ആരോഗ്യം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ, എങ്ങനെ മറ്റുള്ളവരുമായിട്ട് ചേർന്ന് ജീവിച്ചു പോകുക, സഹജീവനം, പരമ്പരാഗത ആതുര ശുശ്രൂഷ സംവിധാനങ്ങൾ, ഭിന്നശേഷിത്വം, തിയേറ്റർ, പരിസ്ഥിതി, ഇവ തമ്മിലുള്ള ആദാന പ്രദാനങ്ങൾ, അതിൻ്റെ സാധ്യതകൾ, അതാണ് ഈ മേള ഈ വർഷം ആരായുന്നത്.
ബോധനശാസ്ത്ര പ്രവർത്തനമായും അതേസമയം തന്നെ ആരോഗ്യ സൗഖ്യ രീതിയായും ഒരേ സമയം തിയേറ്ററിനെ IFTS അവതരിപ്പിക്കും. സമകാലിക ലോകം നേരിടുന്ന പാരിസ്ഥിതികവും ശാരീരികവും മാനസികവുമായിട്ടുള്ള പ്രശ്നങ്ങൾ, സങ്കീർണമായ അവസ്ഥകൾ, അതിനോടുള്ള പ്രതികരണമാണ് ഈ വർഷത്തെ ഈ തിയേറ്റർ ഉത്സവം. ദേശീയ സാർവദേശീയ തലങ്ങളിലുള്ള സ്ഥാപനങ്ങളിൽ നിന്നും ബോധനശാസ്ത്ര വിദഗ്ധരും തിയേറ്റർ പ്രവർത്തകരുമടക്കം 350 പേർ ഈ ഫെസ്റ്റിവലിൽ പ്രതിനിധികളായി പങ്കെടുക്കും. 10 വിദ്യാർത്ഥികളും 2 അധ്യാപകരുമടക്കം 12 പേരടങ്ങുന്ന ടീമാണ് മേളയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ഓരോ സ്ഥാപനവും അയക്കുക. സ്റ്റേജ് പ്രൊഡക്ഷനുകളും പാരമ്പര്യ കലാ ആവിഷ്കാരങ്ങളും ഡിവൈസ് തിയേറ്റർ ലാബുകളും ഒപ്പം തന്നെ തിയേറ്ററിൻ്റെയും പരമ്പരാഗത ചികിത്സയുടെയും മേഖലയിലുള്ള വിദഗ്ധരുടെയും മാസ്റ്റർ ക്ലാസുകളും ഈ ഫെസ്റ്റിവലിൻ്റെ ഭാഗമായിട്ടുണ്ടാകും. ഗവേഷണ പ്രബന്ധ അവതരണങ്ങൾ, വട്ടമേശ ചർച്ചകൾ, മാനസികാരോഗ്യ സ്വാസ്ഥ്യ ശില്പശാലകൾ എന്നിവയും നടക്കും. പങ്കെടുക്കുന്ന അന്താരാഷ്ട്ര സ്ഥാപനങ്ങൾക്ക് പുറമെ 3 പ്രശസ്ത അന്താരാഷ്ട്ര സർവകലാശാലകളുമായിട്ട് ഈ വർഷം കാലിക്കറ്റ് സർവകലാശാല ഈ ഫെസ്റ്റിവലുമായി ബന്ധപ്പെട്ട് സഹകരണ ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുണ്ട്. വിംബിൾഡൺ കോളേജ് ഓഫ് ആർട്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ആർട്സ് ലണ്ടൻ, ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡ്രാമ ആൻഡ് തിയേറ്റർ ആർട്സ്, സർ പൊന്നമ്പലം രാമനാഥൻ ഫാക്കൽറ്റി ഓഫ് വിഷ്വൽ ആൻഡ് പെർഫോമിംഗ് ആർട്സ്, യൂണിവേഴ്സിറ്റി ഓഫ് ജാഫ്ന, ശ്രീലങ്ക, അലക്സാണ്ടർ സെൽവോൾച്ച് നാഷണൽ അക്കാദമി ഓഫ് ഡ്രമാറ്റിക് ആർട്ട് ഇൻ വാഴ്സോ, പോളണ്ട്. ഈ 3 സർവകലാശാലകളുമായിട്ടാണ് ധാരണാപത്രം ഒപ്പുവെച്ചിട്ടുള്ളത്. IFTS 2026 വിപുലീകരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായും ഇപ്പോൾ ഒരുങ്ങി വരുന്ന അന്താരാഷ്ട്ര നാടകോത്സവത്തിൻ്റെ ITFOKൻ്റെ തയ്യാറെടുപ്പുകളുടെ ഭാഗമായും ഇക്കുറി കേരള സംഗീത നാടക അക്കാദമിയുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങളും നടന്നു വരുന്നുണ്ട്. ലോകമെമ്പാടുമുള്ള വിഖ്യാതരായിട്ടുള്ള തിയേറ്റർ പ്രതിനിധികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് 3 ദിവസം നീണ്ടു നിൽക്കുന്ന തിയേറ്റർ ശില്പശാലകൾ ഈ സഹകരണത്തിൻ്റെ ഭാഗമായിട്ട് ഒരുക്കും. നാടക പരിശീലന മേഖലയിലെ പരസ്പര സാംസ്കാരിക കൈമാറ്റം, അതോടൊപ്പം കേരളത്തിലെ നാടക മേഖലയുടെ സമഗ്രമായ വികസനം, ഇത് രണ്ടിനും പ്രോത്സാഹനം നൽകുന്ന ഒരു സംരംഭമായിട്ടാണ് ഇത് വിഭാവനം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ITFOKൻ്റെ ഒപ്പം അതിൻ്റെ ഒരു മുന്നോടിയായിട്ടാണ് കഴിഞ്ഞ 3 വർഷങ്ങളിലും ഇത് സംഘടിപ്പിക്കപ്പെട്ടത്.